JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടവമാസ ഫലം തന്നെയാണ്. ഇടവമാസ ഫലത്തിലെ വൃശ്ചികൻ രാശിക്കൂറുകാരുടെ ഫലമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട ഈ നക്ഷത്രങ്ങളുടെ മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള സമയത്തെ ഫലമാണ് പറയുന്നത്. ഇടവമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന 6 ഗ്രഹങ്ങൾ രാശി മാറുന്ന വളരെ അപൂർവമായ ഒരു സംഭവം നടക്കുന്ന മാസമാണ്. മെയ് 14 രാത്രി 10 മണി കഴിഞ്ഞ് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറും. പിറ്റേ ദിവസം, അതായത് മെയ് 15-ാം തീയതിയാണ് ഇടവമാസം 1-ാം തീയതിയുടെ സൂര്യോദയം ആരംഭിക്കുന്നത്. അപ്പോൾ ഇടവമാസം ആരംഭിക്കുന്നത് തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടു കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മെയ് 18-ന് രാഹുവും കേതുവും രാശി മാറുന്നുണ്ട്. രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കുമാണ് രാശി മാറുന്നത്. മെയ് 23-ന് ബുധൻ മീനൻ രാശിയിൽ നിന്ന്, അതായത് നീചരാശിയിൽ നിന്ന് മേടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് 23-ന് ബുധൻ മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് മാറും. ജൂൺ 6-ന് വീണ്ടും ബുധൻ ഇടവത്തിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക്, അതിൻ്റെ സ്വക്ഷേത്രത്തിലേക്ക് തന്നെ മാറി സഞ്ചരിക്കും. മെയ് 31-ന് ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറും. ഇനി ജൂൺ 7 ആകുമ്പോഴേക്കും ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറും. അങ്ങനെ വ്യാഴം, രാഹു, കേതു, ബുധൻ, ശുക്രൻ, ചൊവ്വ ഈ ഗ്രഹങ്ങളെല്ലാം രാശി മാറുന്ന ഒരു അപൂർവ സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഇടവമാസത്തെക്കുറിച്ച് പറയാം. കാരണം സാധാരണ ഇത്രയും ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു ചെറിയ കാലയളവ് ഉണ്ടാവുക വളരെ അപൂർവമായിട്ടാണ്. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാറ്റത്തിൻ്റെ ഒരു മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പഴയതിൽ നിന്ന് ഈ 6 ഗ്രഹങ്ങൾ മാറുമ്പോൾ അതിൻ്റേതായ മാറ്റം ഓരോ രാശിക്കാർക്കും ഓരോ ലഗ്നക്കാർക്കും സംഭവിക്കും. വൃശ്ചികൻ രാശിയുടെ രാശാധിപൻ ചൊവ്വയാണ്. ഇത് ഒക്ടോബർ 20 മുതൽ ജനുവരി 21 വരെ നീചരാശിയായ കർക്കിടകത്തിലായിരുന്നു. വീണ്ടും മിഥുനത്തിലേക്ക് പോയി. ഏപ്രിൽ 3 മുതൽ തിരിച്ച് വീണ്ടും നീചരാശിയായ കർക്കിടകത്തിലേക്ക് വന്നു. ഇനി ജൂൺ 7 വരെ അത് കർക്കിടകത്തിൽ തന്നെ തുടരുകയും ചെയ്യും. ചൊവ്വ നീചനാണെങ്കിലും ബലവാനാണ്. അത് വൃശ്ചികൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയുടെ അധിപനുമാണ്. 9-ാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യദോഷത്തെ ഉണ്ടാക്കാം എന്നതൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ജന്മരാശിയാധിപനായതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായ ചില വിഷയങ്ങളും വരാം. രോഗം, ധനനഷ്ടം, പരാജയം, സന്താനങ്ങൾക്കും പിതൃസ്ഥാനീയരായവർക്കും പിതാവിനും ഒരു നല്ല സമയം എന്ന് പറയാനില്ല. എന്നാൽ ഇവിടെ അതിന് ഭംഗം വരുന്ന വിധത്തിൽ, കാരണം 9-ാം ഭാവത്തിൽ നീചനായ ചൊവ്വ നിൽക്കുമ്പോഴുള്ള ഫലമാണ് പറഞ്ഞത്. ഇത് ചന്ദ്രാലുള്ള ഫലം നിശ്ചയിക്കുമ്പോൾ അതിന് വേദസ്ഥാനമെന്നും ഗോചരസ്ഥാനമെന്നും 2 കാര്യങ്ങളെ സൂചിപ്പിക്കേണ്ടതായി വരും. അപ്പം ഇവിടെ ചൊവ്വയുടെ വേദസ്ഥാനമാണ് ഈ 9-ാം ഭാവം. അതിന് ഭംഗം വരണമെങ്കിൽ 6-ൽ ഒരു ഗ്രഹം നിൽക്കണം. ഇവിടെ 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ദോഷഫലത്തിന് ഒരു വ്യത്യാസം വരും, ഫലത്തിൽ വ്യത്യാസം വരാം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതായത് കുറച്ച് മെച്ചപ്പെട്ട ഫലത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ചൊവ്വ സഹോദരകാരകൻ കൂടിയാണ്. അപ്പം നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളുമായി ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കങ്ങളോ ഒക്കെ ഒന്ന് മാറാനുള്ള സാഹചര്യം ഈ 6-ലെ ബുധൻ വന്നതുകൊണ്ട് സാധിക്കും. അതുപോലെ വസ്തു സംബന്ധമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ചൊവ്വ വസ്തുവിൻ്റെയും ഭൂമിയുടെ കാരകനാണല്ലോ. അപ്പോൾ അങ്ങനെ വസ്തു സംബന്ധമായ ഏതെങ്കിലും തർക്കങ്ങളോ കേസുകളോ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാകാനുള്ള ഒരു സാഹചര്യവും വരും. പിതാവ്, പിതൃതുല്യരായവർ, സന്താനങ്ങൾ ഇവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു മാനസിക പ്രയാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഒന്ന് മാറാനുള്ള സാധ്യത വരും.
6 ബുധൻ കാര്യജയവും സൗഭാഗ്യവും സ്ഥാനക്കയറ്റവും ഒക്കെ നൽകുന്നതാണ്. യുവതീ യുവാക്കൾ, സ്നേഹിതന്മാരെ, ബന്ധുക്കളെ ഇവരെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ. അതുകൊണ്ട് അവരിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളൊക്കെ കിട്ടും. അതുപോലെ വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്ന, അറിവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമായതുകൊണ്ട് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളും അതുപോലെ തന്നെ അല്പം മെച്ചമല്ലാത്ത അവസ്ഥയുമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മാറാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ബുധൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം വരെയാണ്. അതായത് മെയ് 23 വരെയാണ് ഈ പറഞ്ഞ വേദം വരുന്നത്. അതായത് ഭാഗ്യസ്ഥാനത്ത് നീചത്തിൽ വേദം ചെയ്തു നിൽക്കുന്ന ചൊവ്വയുടെ ദോഷത്തിന് ഗോചരസ്ഥാനമായ 6-ൽ ബുധൻ സഞ്ചരിക്കുന്ന സമയമാണ് ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കുന്നത്. മെയ് 23 മുതൽ ജൂൺ 7 വരെ ചൊവ്വ വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. ജൂൺ 7 മുതൽ അത് വീണ്ടും രാശി മാറി കർമ്മസ്ഥാനത്ത് ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ ജന്മരാശാധിപൻ കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. അതിനു മുമ്പ്, അതായത് ഈ ജൂൺ 7 മുമ്പ്, മെയ് 23 ജൂൺ 7 ഇടയിലുള്ള കുറേ ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസം അത്ര മെച്ചമൊന്നുമല്ല ചൊവ്വയുടെ ഫലം. അത് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, ചുമ, നെഞ്ചുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ചൊവ്വ 10-ൽ ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ, അതായത് ജൂൺ 7 മുതൽ, അത് പല വിധത്തിലുള്ള ലാഭത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ചൊവ്വ ആയതുകൊണ്ട് തന്നെ പോരാട്ടത്തെയും കർമ്മരംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം, ഏത് മാർഗത്തിലൂടെയും കാര്യം നേടണം എന്നുള്ള ഒരു വിശ്വാസവും വാശിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ 10-ലെ ചൊവ്വ. ജൂൺ 6-ന് ബുധൻ മിഥുനൻ രാശിയിലേക്ക് പോകുമ്പോൾ അഷ്ടമത്തിലാണല്ലോ വൃശ്ചികൻ രാശിക്കൂറുകാർക്ക് വരുന്നത്. അപ്പോൾ 2-5 ഭാവാധിപനായ വ്യാഴത്തിൻ്റെ യോഗം വരുന്നുണ്ട് അവിടെ. അപ്പോൾ 2-ാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനത്തെയും കുടുംബത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 5 സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യം, മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ മനസ്സിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മാറി, അതുപോലെ സാമ്പത്തികമായ വിഷയങ്ങൾ ഒക്കെ ഒന്ന് വ്യത്യാസം വരാനും, സന്താനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മാറാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഇവിടെ ബുധൻ ഉണ്ടാക്കിത്തരും. കാര്യജയം, ധനലാഭം, സന്താന സൗഖ്യം, മനസ്സുഖം ഇതെല്ലാം ബുധൻ അഷ്ടമത്തിൽ നിന്നാലും ലഭിക്കുന്ന കാര്യമാണ്. മിഥുനം ബുധൻ്റെ സ്വക്ഷേത്രമാണ്. 11-ാം ഭാവത്തിൻ്റെ ആധിപത്യത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ. അതുകൊണ്ട് തന്നെ 11-ാം ഭാവം ലാഭസ്ഥാനമാണ്, ആഗമനസ്ഥാനമാണ്. പലതും നേടാനും പലതും നേടിയെടുക്കാനും കഴിയുന്ന ഒരു സ്ഥാനം കൂടിയാണ്. അപ്പോൾ വിദ്യാഗുണം, തൊഴിൽ സംബന്ധമായ പുരോഗതികൾ, സാമ്പത്തികമായ മെച്ചം ഇതെല്ലാം തന്നെ ഈ ബുധൻ്റെ സമയത്ത് ലഭിക്കുകയും ചെയ്യും. ധനകാരകനും പുത്രകാരകനുമായ വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ അത്ര നല്ലതല്ല. കാരണം വ്യാഴം ബുധൻ്റെ ശത്രുവാണ്. അപ്പോൾ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്നവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ സാമ്പത്തിക പ്രശ്നം ഒരു കാരണമായിട്ടും വരാം. അവിചാരിതമായ നഷ്ടമോ ചിലവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. മാനസികമായ ചില പ്രയാസങ്ങളും പിരിമുറുക്കവും ഒക്കെ ഉണ്ടാകാം. രാഹുകേതുക്കൾ കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. 4-ൽ നിൽക്കുന്ന രാഹു മാതാവിന് അത്ര നല്ല അനുഭവമൊന്നും നൽകത്തില്ല. വീട്ടിൽ 4-ാം ഭാവം, വീട്, വാഹനം, മാതാവ് ഇങ്ങനെ പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ അല്പം സ്വൈര്യമൊക്കെ കുറയും. കർമ്മസ്ഥാനത്ത് ചൊവ്വ യോഗം ചെയ്ത് കേതുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ജൂൺ 6 മുതലാണ്. അത് എല്ലാ കാര്യങ്ങളിലും കർമ്മവിജയമുണ്ടാക്കും. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും 100% വിജയത്തെ ഉണ്ടാക്കും എന്നൊന്നും പറയാനൊക്കത്തില്ല. ചില അബദ്ധങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. അതായത് ചൊവ്വയാണ് വാശിപ്പുറത്ത് പലതും ചെയ്യണം എന്ന് തോന്നും. അതെല്ലാം ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല.
അതെല്ലാം ഒന്നുകൂടി ആലോചിച്ചും വീണ്ടും വിചാരത്തോടു കൂടിയും എടുത്തുചാട്ടമൊന്നും ഇല്ലാതെയും ആണ് പോകുന്നത് എങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പം അഷ്ടമഭാവത്തിൽ വരുന്നത് അത്ര നല്ല അനുകൂല ഭാവത്തിലൊന്നുമല്ല. ഈശ്വരാധീനം കുറവുള്ള സമയമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം. മെയ് മാസം ശുക്രൻ നല്ല ഫലം തരും. കാരണം മെയ് മാസം അവസാനം വരെയും മീനത്തിലെ ഉച്ചരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ സന്താന സൗഭാഗ്യം, ധനലാഭം, ബന്ധുഗുണം, മറ്റു ഭൗതിക സുഖ സൗകര്യങ്ങൾ എല്ലാം ശുക്രൻ നൽകും. കാരണം ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളെയും അതുപോലെ തന്നെ ദാമ്പത്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ, മെയ് മാസം കഴിഞ്ഞ് ജൂണിലേക്ക് വരുമ്പോൾ മേടൻ രാശിയിലേക്ക് ശുക്രൻ മാറുമ്പോൾ അത് അത്ര നല്ല കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ വരാം, ശത്രുഭയം, ശിരോരോഗം എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യതയും വരും. സ്ത്രീകൾ ശത്രുതാപരമായി പെരുമാറാം. അതുപോലെ തന്നെ സ്ത്രീകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യാം. പാർട്ട്ണർമാരുമായിട്ട് ദമ്പതിമാർക്കിടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ തലവേദനയോ അല്ലെങ്കിൽ മൂക്കൊലിപ്പോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാവുന്ന സാധ്യതയുള്ള ഒരു മാസമാണ്. ചില മാനസിക പ്രയാസങ്ങൾക്കൊക്കെ കാരണമാകുന്ന ഒരു മാസമാണ് ഈ പറയുന്ന ജൂൺ മാസം. ചൊവ്വായുടെ ദോഷത്തിന് ഭദ്രകാളി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ അത് ചിങ്ങൻ രാശിയിലേക്ക് ചൊവ്വ മാറുമ്പോൾ സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കും. കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് ഭദ്രകാളിയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭദ്രകാളിയെയും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ ആ ചൊവ്വ സുബ്രഹ്മണ്യനെയും സൂചിപ്പിക്കും. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും, സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഇവിടെ ഒഴിവാവുകയും ചെയ്യും. ഭദ്രകാളിക്ക് സാധാരണ രക്തപുഷ്പാഞ്ജലിയോ ചുവന്ന പട്ടോ ചുവന്ന പൂക്കളോ അല്ലെങ്കിൽ സിന്ദൂരം കൊണ്ട് അർച്ചന നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സുബ്രഹ്മണ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം പഞ്ചാമൃതമാണെങ്കിലും നിങ്ങളുടെ സാഹചര്യമനുസരിച്ചും അടുത്തുള്ള ക്ഷേത്രത്തിലെ അപ്പോഴത്തെ സൗകര്യമനുസരിച്ചും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ നടത്തുക. ചൊവ്വാഴ്ച ദിവസം ഈ രണ്ടു കൂട്ടരെയും, സുബ്രഹ്മണ്യനെയും അതുപോലെ തന്നെ ചിങ്ങത്തിലേക്ക് കടക്കുമ്പോൾ സുബ്രഹ്മണ്യനെയും കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് ഭദ്രകാളിയെയും ഭജിക്കുക. ഇതെല്ലാം തന്നെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഈ ഇടവമാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റമുണ്ടാക്കാനും ഒക്കെ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.